നമ്മുടെ സലഫുകൾ സുബ്ഹാനല്ലാഹ് ഇതിൽ അതീവ ശ്രദ്ധയുള്ളവരായിരുന്നു. അവർ തങ്ങളുടെ തിന്മകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമായിരുന്നു. അതിൻ്റെ ഫലങ്ങൾ അവർ നോക്കിക്കാണുമായിരുന്നു. അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ അവർ തലവേദന വന്നപ്പോൾ ഒരിക്കൽ അവർ പറയുകയുണ്ടായി, ബിദംബി വമാ യഗ്ഫിറുല്ലാഹു കസീർ, എൻ്റെ തിന്മ കൊണ്ടാണ്. വമാ യഗ്ഫിറുല്ലാഹു കസീർ, അള്ളാഹു പുറത്തു തരുന്നത് ഇങ്ങനെ തിന്മക്ക് അതിൻ്റെ ഭാഗമായി പിടികൂടാതെ അള്ളാഹു പുറത്തു തരുന്നതാകട്ടെ എത്രയോ അധികമുണ്ട്. നമ്മുടെ സലഫുകളിൽ ചിലർ അവരുടെ ഭാര്യയോ മക്കളോ പോകട്ടെ, അവർ സഞ്ചരിക്കുന്ന വാഹനമൃഗമോ പോലും, അവരുടെ വാഹനമൃഗമോ പോലും ശരിയല്ലാത്ത പെരുമാറിയാൽ അവരത് തങ്ങളുടെ തിന്മയുടെ ഫലമായിട്ട് ആണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഞാനൊരു തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം എൻ്റെ മക്കളിൽ, അടിമകളിൽ, എൻ്റെ വാഹനമൃഗത്തിൽ പോലും എനിക്ക് കാണാൻ സാധിക്കും എന്നവർ പറഞ്ഞത്. തിന്മകളുടെ അഥാർ അത് നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിലായിരിക്കും ചിലപ്പോൾ. അതിൻ്റെ വളരെ മോശമായ അഥറുകളിലൊന്നാണ് തിന്മയിൽ തന്നെ തുടർന്നു പോകുക എന്നത്, മാറി ചിന്തിക്കാൻ സാധിക്കാതിരിക്കുക എന്നത്. നഊദു ബില്ലാഹ്, വലിയ അപകടമാണ്. മാറി ചിന്തിക്കാൻ തോന്നുക, സ്വയം മുഹാസബത്ത് നടത്തിക്കൊണ്ടിരിക്കുക എന്നത് സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ്.